ഹലോ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഷിജീസ് ഡയറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാലക്ക് അല്ലെങ്കിൽ സ്പിനച്ച് വെച്ചുകൊണ്ട് എങ്ങനെ പക്കവട ഉണ്ടാക്കാം എന്നതാണ്. നമ്മുടെ റെസിപ്പിയിലേക്ക് കടന്നാലോ? പക്കവട ഉണ്ടാക്കാനായിട്ട് ഞാൻ 3 മീഡിയം സൈസിലുള്ള സബോള എടുത്ത് അത് കനം കുറച്ച് ഇതേ രീതിയിൽ നമുക്ക് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് 2 പിടി പാലക്കാണ്. അത് നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് വെള്ളം മാറാനായിട്ട് വാല വെച്ചതിന് ശേഷം അതും ഇതേപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. തീരെ പൊടിയാകണ്ട, ഒരു മീഡിയം സൈസിൽ ഇതേപോലെ അരിഞ്ഞ് മാറ്റിയെടുക്കാം. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ വിൻ്റർ സമയത്ത് ഇതേപോലെ തന്നെ പാലക്ക്, അതുപോലെ തന്നെ ഉലുവയുടെ ഇല, അതേ ഉള്ളിയുടെ ഇല, അങ്ങനെ കുറേ ഇലവർഗ്ഗങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഈ കൂട്ടാനും കറികളൊക്കെ ഉണ്ടാക്കി നമ്മൾ മടുക്കുമ്പോൾ ഇതുപോലെ കുട്ടികൾക്കൊന്നും പിന്നെ കറികളൊന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇതേപോലെ ഈ സ്നാക്സ് രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഈ പക്കവട ഉണ്ടാക്കാനായിട്ട് ഒരു സ്പെഷ്യൽ മസാല നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, ഇവ 3 കൂടി ഒന്ന് തരിതരിയായിട്ട് പൊടിച്ചെടുക്കാം. വീണ്ടും ഇതിനകത്തേക്ക് 3 പച്ചമുളകും, ഒരു 4 വെളുത്തുള്ളിയുടെ അല്ലിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് അത് നന്നായിട്ട് ചതച്ചെടുത്ത് അതും മാറ്റി വയ്ക്കാം. ഞാൻ ചേർത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഉള്ള പേസ്റ്റാണ് ചേർത്തത്. അങ്ങനെ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. പിന്നീട് പക്കാവട ഉണ്ടാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്കും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് കടലമാവ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ അയമോദകം, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇതിനെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ യോജിപ്പിച്ചെടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഇതേ പരുവത്തിലാക്കി എടുക്കാം. ഒത്തിരി വെള്ളം കൂടിപ്പോയാൽ അതിങ്ങനെ വിട്ടുവിട്ട് എണ്ണയിലിടുമ്പോൾ വിട്ടുവിട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതേ പരുവത്തിൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം. പക്കവട ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പിൽ വയ്ക്കുക. അതിനുശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കി നമ്മുടെ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് പരത്തി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് അപ്പുറവും ഇപ്പുറവും തിരിച്ചിട്ട് കൊടുത്ത് അതിനെ നന്നായിട്ട് വറുത്തെടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ പാലക് പക്കവട റെഡി ആയിട്ടുണ്ട്. ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിതിനെ പാത്രത്തിലേക്ക് കോരിയെടുത്ത് സെർവ് ചെയ്യാം. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പാലക്ക് വാങ്ങുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ അല്പം മല്ലിയില ചട്നി കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ പാലക് പക്കവട കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് പക്കവടയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വേഗം തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകൂടി ഓൺ ചെയ്ത് വെച്ചാലേ നിങ്ങൾക്ക് ഇനി ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കാണാൻ സാധിക്കത്തുള്ളൂ. അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് വഴിയായി അറിയിക്കുകയും വേണം. ഓക്കെ, ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ.